നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് ജോലി തേടി പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് UAE-യിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് രാജ്യങ്ങളിൽ ആകെ ജീവിക്കുന്ന പ്രവാസികളുടെ എണ്ണം 90 ലക്ഷത്തിലധികമുണ്ട്. ഇവിടങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്തു വരുന്നുണ്ട്. സാമ്പത്തിക കാര്യം, ആരോഗ്യം, വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ് എന്നിവയിൽ തുടങ്ങി സാധാരണ തൊഴിൽ മേഖലയായ ശുചീകരണം, വീട്ടുജോലി, ഇലക്ട്രീഷ്യൻ, പ്ലംബർമാർ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന എല്ലാ രംഗങ്ങളിലും പ്രവാസി സാന്നിധ്യമുണ്ട്. UAE-യിൽ ഈ വർഷം ശമ്പള വർധനവ് ഉണ്ടായേക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. എല്ലാ വിഭാഗങ്ങളിലും കുറഞ്ഞത് 4% ശമ്പള വർധനവാണ് വിവിധ രാജ്യാന്തര സർവേകൾ പ്രവചിക്കുന്നത്. ജീവനക്കാരിൽ 5-ൽ-1 ശമ്പള വർധന ആവശ്യപ്പെടുന്നുവെന്നും സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്. വനിതകളിൽ 46% പേർ ശമ്പള വർധന പ്രതീക്ഷിക്കുമ്പോൾ പുരുഷന്മാരിൽ ഭൂരിഭാഗം കൂടുതൽ ബോണസ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. രാജ്യത്തെ മൊത്തം പ്രവാസികളിൽ 2/3 ഭാഗവും ഈ വർഷം ശമ്പള വർധന പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മധ്യപൂർവ്വ, വടക്കൻ ആഫ്രിക്കൻ മേഖലകളിലെ 1200 പേരിൽ നടത്തിയ സർവേയിലാണ് ശമ്പള വർധനവിനെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കഴിഞ്ഞ നവംബറിലും വിവിധ രാജ്യാന്തര കമ്പനികൾ UAE-യിലെ എല്ലാ വിഭാഗം കമ്പനികളും ഈ വർഷം ശമ്പളം വർദ്ധിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. കോവിഡ് കാലത്ത് നിർത്തിവെച്ച ശമ്പള വർധന തുടങ്ങാത്ത കമ്പനികൾ വരെയുണ്ട്. അതിനാൽ ശമ്പളത്തിൽ 20%-ഓ അതിൽ കൂടുതലോ വർധനവ് ഉണ്ടാകണമെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ചിലർ അഭിപ്രായപ്പെട്ടത്. തൊഴിലുടമ നൽകുന്ന പാർപ്പിട, യാത്ര, ടെലിഫോൺ അലവൻസുകളിലും കാലോചിതമായ വർധന വേണമെന്നാണ് അധികം പേരും ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു പങ്കും പ്രവാസികളുടേതാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശത്ത് താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആണ്. അവരിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിലാണ്. കേരളത്തിന് ലഭിക്കുന്ന പണത്തിന്റെ 80%-വും 7 ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണ്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020-ൽ $83.3 ബില്യൺ പ്രവാസികളിൽ നിന്ന് രാജ്യത്തിന് ലഭിച്ചത്. 2019-ൽ 0.2% കുറവായിരുന്നു രേഖപ്പെടുത്തിയത്. ഇനി 2018-ലെ കണക്കിലേക്ക് വന്നാൽ 1,86,376 കോടി രൂപയാണ് പ്രവാസികളിൽ നിന്നും രാജ്യത്തിന് ലഭിച്ചത്. ഇനി 2019-ലാണെങ്കിൽ 1,99,781 കോടി, അതായത് 11% വളർച്ചയുണ്ടായിട്ടുണ്ട്. 2020-ലേക്ക് വന്നാൽ NRI നിക്ഷേപം 2,27,430 കോടി രൂപയായിരുന്നു. ഇനി മുൻ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കേരളത്തിലേക്ക് പ്രവാസികൾ അയച്ചത് 2,16,893 കോടി രൂപ. സംസ്ഥാന റവന്യൂ വരുമാനത്തിന്റെ 1.7 ഇരട്ടിയാണിതെന്ന് എടുത്തു പറയണം. 2023-ൽ ഒരു പ്രവാസി ശരാശരി വീട്ടിലേക്ക് അയച്ചത് 2,23,729 രൂപയാണ്. രാജ്യത്തെ NRI ഡിപ്പോസിറ്റുകളുടെ 21%-വും സംസ്ഥാനത്ത് നിന്നാണ്. സംസ്ഥാനത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് 43,378 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് തുകയായി 2023-ൽ നിക്ഷേപിക്കപ്പെട്ടത്. വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ നിക്ഷേപങ്ങളിൽ 17.8% കൊല്ലം ജില്ലയിലേക്കാണ് എത്തിയത്. 16.2% മലപ്പുറം ജില്ലയിലേക്കും. വിദേശത്ത് നിന്ന് തുക ലഭിക്കുന്ന 73.3% വീടുകളിലും മാസം തുക എത്തുന്നുണ്ട്. വിദേശത്ത് നിന്നും എത്തിയ തുകയുടെ 15.8%-വും വീടിന്റെ പുനർനിർമ്മാണത്തിനായിട്ട് അയച്ചതാണ്. 14% ബാങ്ക് വായ്പയുടെ തിരിച്ചടവിനും 10% വിദ്യാഭ്യാസ ചെലവുകൾക്കുമാണ് വിനിയോഗിക്കപ്പെട്ടതെന്ന് കണക്കുകൾ പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.